ചതീശൻ തോൽക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് ഞാൻ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ്. പല കമൻറ്റുകളും വരാറുണ്ട്. പക്ഷേ ഈ ഒരു കമൻറ്റ് എൻ്റെ മനസ്സിൽ എനിക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു കമൻ്റാണ്. ചതീശൻ തോൽക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഇപ്പൊ ചതീശൻ തോൽക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാ? ചതീശൻ എന്ന പ്രയോഗത്തിൽ തന്നെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സതീശൻ, വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തോ ചതിച്ചുന്നോ കൂട്ടനിന്ന് വഞ്ചിച്ചുന്നോ എന്തൊക്കെയോ ഉള്ള ഒരു മെന്റാലിറ്റിയിലാണ് ചതീശൻ തോക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സതീശൻ തോറ്റിട്ട് ആരാവണം? പിന്നെ ആരാവണം? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വീണ്ടും ഇരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഓ, നല്ല ഐഡിയ ആണ്. എന്തിനാ? രാഹുൽ മാങ്കൂട്ടത്തിലെ തൂക്കിക്കൊല്ലാനോ? രാഹുൽ മാങ്കൂട്ടത്തിലെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ ചതീശൻ തോറ്റിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നിങ്ങൾക്ക് സ്നേഹം രാഹുലിനോടല്ല, നിങ്ങൾക്ക് രാഹുലിനോട് സ്നേഹമില്ല എന്ന് മാത്രമല്ല, രാഹുലിനോട് വല്ലാത്തൊരു പകയും വൈരാഗ്യവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റാണെന്ന് അറിയില്ല, മേ ബി നല്ല ഒന്നാം തരം അന്തംകമ്മിയുടെ കമന്റ് ആയിരിക്കാം. സതീശൻ തോറ്റിട്ട് പിണറായി വിജയൻ അധികാരത്തിലേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കമന്റ് ആയിരിക്കാം. അപ്പോൾ ആള് പിന്നെ രാഹുലിനോട് തീരെയും സ്നേഹം ഉണ്ടാവില്ല. പിണറായി വിജയന്റെ ആളാണെങ്കിൽ രാഹുലിനോട് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല. കാരണം എന്താ? ആ രാജാവിന്റെ തീട്ടം നക്കുന്ന അടിമകള് രാജാവിന്റെ മുൻപിൽ കുമ്പിട്ട് നിൽക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആ രാജാവിന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ച രാഹുല് ഇവരുടെ ശത്രു ആയിരിക്കുമല്ലോ. അതല്ലാതെ രാഹുലിനെ സ്നേഹിക്കുകയും പിണറായിയെയും സതീശനെയും വെറുക്കുന്ന ഒരാൾ സതീശൻ തോറ്റിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാ? രാഹുലിനെ തൂക്കിക്കൊല്ലാനോ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ രാഹുലിനെതിരെ വന്ന പരാതികളുടെ ഒരു അടിസ്ഥാനം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ പരാതികൾ വന്നിട്ട് ഈ പരാതികൾ കോടതിയിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? പരാതികൾ കോടതിയിലെത്തിയപ്പോൾ കോടതി ചോദിക്കുന്നു, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എവിടെ? അല്ലേ? എന്ന് പറഞ്ഞാൽ അത് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമല്ല, വാദപ്രതിവാദങ്ങളും വിചാരണയും കഴിഞ്ഞതിന് ശേഷമല്ല കോടതി അങ്ങനെ ചോദിക്കുന്നത്. മറിച്ച് കോടതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പരാതികൾ കോടതിയിലെത്തിയപ്പോൾ പ്രഥമ ദൃഷ്ടിയ പരാതികളിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് കോടതി അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു ഫേക്ക് പരാതി എന്ന് ഒറ്റ നോട്ടത്തിൽ ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് മനസ്സിലാവില്ല. കാരണം എന്താ? ഈ പരാതികൾ ഉണ്ടാക്കിയത് തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമായിരുന്നു. 10 വർഷം ഭരിച്ചിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഓട്ടക്കയ്യുമായി വന്ന് നിൽക്കേണ്ടി വന്ന പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉണ്ടാക്കിയെടുത്ത ആയുധമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ പരാതി ഉണ്ടാക്കുക വഴി പിണറായി വിജയനും അന്തംകമ്മി അടിമകളും സഖാക്കളും ഒക്കെ ആഗ്രഹിച്ചത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വെടിക്ക് പല പക്ഷികളായിരുന്നു. 1 രാഹുൽ, 2 സതീശൻ, 3 ഷാഫി, പിന്നെ എല്ലാത്തിലും ഉപരി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. മനസ്സിലായില്ലേ? അപ്പോ ഇവരെയൊക്കെ ഒരൊറ്റ വെടിക്ക് വീഴ്ത്താൻ വേണ്ടിയായിരുന്നു രാഹുലിനെ പിടിച്ചത്. കാരണം രാഹുലിനെ എല്ലാവരും വലിയ സപ്പോർട്ടുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അയാളിൽ വലിയ വിശ്വാസവും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിനെ വീഴ്ത്തിയാൽ അതുവഴി ഇവരെ എല്ലാവരെയും, അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റില് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല, ആരോപണങ്ങൾ മാത്രമായിരുന്നു, അല്ലേ? അന്ന് ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുലിനെ സതീശനിലേക്കും ഷാഫി പറമ്പിലേക്കും വെച്ച് കെട്ടാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിൽ
രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് അത്രയും സതീശനും ഷാഫി പറമ്പിലുമാണ് എന്ന് പോലും പറഞ്ഞ് പ്രചരിപ്പിച്ചവരുണ്ട് അല്ലേ? അത് മാത്രമാണോ ഈ പറയുന്ന പി സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിനെ പോലെയുള്ള VK സനേജിനെ പോലെയുള്ള കൂട്ടിക്കൊടുപ്പുകാർ ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഈ പറയുന്ന സതീശനിലേക്കും ഷാഫിയിലേക്കും എത്തുവാനുള്ള വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യം നിങ്ങളാരും മറക്കണ്ട. അപ്പോ എന്താ പിന്നെ വേണ്ടത്? സതീശൻ തോറ്റിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണോ? എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊല്ലാനോ? ഇനി നിങ്ങള് മൂന്നാമത് വന്ന ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതി വന്നതും അതിൻ്റെ മേലുണ്ടായ നടപടികളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പരാതി വരുന്നു ഇമെയിൽ വഴി, വിദേശത്തുള്ള ഒരാള് ഇമെയിൽ വഴി പരാതി അയക്കുന്നു. ആർക്ക്? പിണറായി വിജയന്. പരാതി വന്നു, പരാതി പിണറായി വിജയൻ അറിഞ്ഞു, പിണറായി വിജയന് ചുറ്റിലും നിൽക്കുന്ന ചില ആളുകൾ അറിഞ്ഞു എന്നല്ലാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലൊക്കെ പരാതി വന്നോ? വന്നില്ല. എന്ന് മാത്രമല്ല, ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. ഒരു ശനിയാഴ്ച ദിവസം അല്ലേ, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോ ഇങ്ങനെയാണോ അതിന് മുമ്പ് വന്ന പരാതികൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെ പരാതികൾ വരുമ്പോൾ ഇങ്ങനെയാണോ ഉണ്ടാവുന്നത്? ഇപ്പോ മുകേഷിനെതിരെ പരാതി വന്നു, ഏറ്റവും റീസെന്റ് ഞാൻ പറയുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി വരുന്നതിന്റെ തൊട്ട് മുൻപ് PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വന്നു അല്ലേ? നവംബർ 24, 2025. അന്ന് രാഹുലിനെതിരെ പരാതി ഉണ്ടോ? ഇല്ല. എന്നിട്ട് ആ പരാതിയിന്മേൽ എന്ത് നടപടിയെടുത്തേ? ഇതുപോലെ രഹസ്യമാക്കി വെച്ചോ? PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്തോ? മാധ്യമങ്ങൾ വിട്ടുകൊടുത്തോ വേട്ടയാടാൻ? ഒന്നും ചെയ്തില്ലല്ലോ. ആ പരാതിയിന്മേൽ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ആ പരാതി അണ്ണാക്കിലേക്ക് പിണറായി വിജയൻ തള്ളി. അതേ പിണറായി വിജയനാണ് മൂന്നാമതൊരു പരാതി ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്, വളരെ രഹസ്യമാക്കിയിട്ട്. കാരണം എന്താ? ആ പരാതി പുറത്തേക്ക് വന്നാൽ രാഹുൽ കോടതിയിൽ പോകും, പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നവരെ ആ പരാതി പുറം ലോകം അറിയിക്കാതെ വെച്ചു. അങ്ങനത്തെ പിണറായി വിജയൻ ഇനിയും അധികാരത്തിൽ വരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന, പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരുത്തന് പറയാൻ പറ്റുമോ? അപ്പോ എന്തിനാ സതീശൻ തോക്കേണ്ടത്? പിണറായി അധികാരത്തിൽ ഇരിക്കാനോ? സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയാലും ഇല്ലെങ്കിലും ഒക്കെ സതീശന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. സതീശന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ആർക്ക് സംഭവിക്കാൻ പോകും? നമ്മളെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചവർക്ക് വലിയ വേദനകൾ ഇനിയും കാണേണ്ടി വരും. വലിയ സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിലെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് നമ്മൾ കാണേണ്ടി വരും. വരില്ലേ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇനി പിണറായി വിജയൻ ഒരു അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പരാതി, ആ പരാതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പരാതി കോടതിയിലെത്തിയപ്പോൾ കോടതി എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചത്? എവിടെ പീഡനം? എവിടെ ബലാത്സംഗം? എവിടെ ക്രൂരത? എവിടെ ലൈംഗിക വൈകൃതം? എവിടെ മർദ്ദനം? ചോദിച്ചില്ലേ കോടതി? ഇത് ചോദിക്കുക മാത്രമാണോ കോടതി ചെയ്തത്? ഈ പറയുന്ന പരാതിയുടെ ജെന്യൂനിറ്റിയെ കോടതി ചോദ്യം ചെയ്തില്ലേ? അതിന്റെ നിലനിൽപ്പിനെ, നിയമപരമായ നിലനിൽപ്പിനെ കോടതി ചോദ്യം ചെയ്തില്ലേ? അപ്പോ എന്നിട്ട് കോടതി പറഞ്ഞില്ലേ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്? പോലീസിന്റെ തിടുക്കത്തെ, പോലീസിന്റെ നടപടിയെ, ഒരു നടപടിക്രമങ്ങളും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി പോലീസ് അറസ്റ്റ് ചെയ്ത ആ ഒരു പ്രൊസീജിയറിനെ കോടതി വിമർശിച്ചില്ലേ? അപ്പോ ഇനിയും ഈ പറയുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് വീണ്ടും രാഹുലിനെതിരെ ഒരു പരാതി ഉണ്ടാക്കുന്നു, വീണ്ടും ഇതുപോലെ രഹസ്യമാക്കി വെക്കുന്നു, എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അകത്തിടുന്നു, മാധ്യമങ്ങൾ വിട്ടുകൊടുക്കുന്നു, അയാളെ വേട്ടയാടുന്നു, അയാളെ അധിക്ഷേപിക്കുന്നു, അയാളെ വ്യക്തിഹത്യ നടത്തുന്നു. ഇതൊക്കെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഇനി നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ രാഹുലിനെതിരെ പരാതി വന്നു, കോൺഗ്രസ് നടപടിയെടുത്തു. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പറഞ്ഞു. എന്താ കാര്യം? സതീശൻ പറയേണ്ട സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി സതീശൻ ആയതുകൊണ്ട് അല്ലേ? സതീശൻ അത് പറഞ്ഞു. ഓക്കെ, സതീശന്റെ തലയിൽ എല്ലാം കൊണ്ടുപോയി കെട്ടിവെച്ചു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പോ പാർട്ടി അയാളെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് MLA സ്ഥാനത്ത് തുടരാൻ സാധിക്കുമായിരുന്നോ?
അയാൾക്ക് ആ MLA സ്ഥാനം വലിച്ചെറിയേണ്ടി വരുമായിരുന്നില്ലേ? അപ്പൊ പാർട്ടി അയാളെ പുറത്താക്കിയത് കൊണ്ട് ആ MLA സ്ഥാനം, പാലക്കാടിന്റെ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം അയാൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലേ? മറിച്ചൊന്നായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ? മാത്രവുമല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നില്ലേ? പ്രസ്ഥാനം വലിയ പ്രതിരോധത്തിലാകുമായിരുന്നില്ലേ? ജനങ്ങളുടെ മുമ്പില്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് മുന്നില് ഒരു മറുപടിയും പറയാൻ കഴിയാതെ കുഴഞ്ഞു പോകുമായിരുന്നില്ലേ? കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ വന്ന പരാതികളിൽ രാഹുൽ കോടതിയിൽ പറയുന്നത് എന്താ? ഞാൻ ഇവരൊക്കെയുമായിട്ട് എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു എന്ന് രാഹുൽ തന്നെ തുറന്ന് സമ്മതിക്കുകയാ, അല്ലേ? രാഹുൽ എന്താ പറയുന്നത്? ഇത് പീഡനമല്ല, ബലാത്സംഗമല്ല, പക്ഷെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അല്ലാതെ ബന്ധങ്ങൾ ഇല്ല എന്ന് നിഷേധിക്കുകയല്ല രാഹുൽ ചെയ്തത്. അപ്പോ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയെ ഏത് രീതിയിൽ പാർട്ടി പ്രതിരോധിക്കണം? എങ്ങനെ ന്യായീകരിക്കണം? ധാർമ്മികത എന്നൊന്ന് പറയുന്നത് ഒന്നില്ലേ? അത് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തോൽവിയും ജയവും മാത്രം കണക്കിലെടുത്താൽ മതിയോ? ഈ പറയുന്ന പാർട്ടിയുടെ ഒരു ധാർമ്മികത കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കില്ലേ? അവരത് ചെയ്തത് വഴി രാഹുൽ മാങ്കൂട്ടത്തിന് കാലാവധി പൂർത്തിയാകുന്നത് വരെ പാലക്കാടിന്റെ MLA ആയി തുടരാൻ സാധിച്ചത് അതൊന്നുകൊണ്ട് മാത്രമാണ്. പാർട്ടി അയാളെ പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് MLA ആയി തുടരാൻ സാധിച്ചത്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. രാഹുലിനെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞ് വാമനപുരം MLA DK മുരളി ഒരു പരാതി നൽകി. ആ പരാതി നിയമസഭയിലേക്ക് എത്തിയപ്പോ ഈ പറയുന്ന സതീശനടക്കം മുന്നിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിച്ചില്ലേ? ആ പരാതിയിന്മേൽ നടപടിയിലേക്ക് പോകാനിരുന്ന ഈ പറയുന്ന നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി, പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി, അത് അവിടെ അവസാനിപ്പിച്ചില്ലേ ആ കാര്യങ്ങള്? എന്തുകൊണ്ടാ? സതീശനെ പോലെയുള്ള ആളുകൾ അതിനെ പ്രതിരോധിച്ചത് കൊണ്ടല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ ഈ പറയുന്ന MLA സ്ഥാനം അയാൾക്ക് തുടരാൻ സാധിച്ചത് തന്നെ പാർട്ടി അയാൾക്ക് നടപടിയെടുത്ത ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം രാഹുല് ഞാൻ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനല്ല എന്ന് രാഹുലും പറഞ്ഞാലും ധാർമ്മികത എന്നൊന്ന് പറയുന്നത് ഒന്നില്ലേ? ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് രാഹുലിന് മാത്രം മതിയോന്ന്. നീ തൂറിയിട്ട് ചന്തി കഴിവിയോ എന്ന് ചോദിക്കുമ്പോ അവനും കഴിവിയിട്ടില്ല എന്നല്ലല്ലോ പറയേണ്ടത്, അല്ലേ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ചില പാളിച്ചകൾ രാഹുലിന് പറ്റിയിട്ടില്ല എന്ന് അയാൾ പോലും പറയുന്നില്ല. അയാൾ കഴിഞ്ഞ 24-ൽ ഹാഷ്മിയുമായി നടത്തിയ അഭിമുഖത്തിൽ എന്താ പറയുന്നത്? ചില പാളിച്ചകൾ പറ്റി, ഇനി അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ. അത് നിയമത്തിന്റെ മുന്നിൽ തെറ്റല്ല, ജുഡീഷ്യറിയുടെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ തെറ്റല്ല, ശരി തന്നെയാണ്. പക്ഷേ ധാർമ്മികപരമായ ചില വീഴ്ചകൾ പറ്റിയെന്ന് രാഹുൽ പോലും തുറന്നു സമ്മതിക്കുന്നിടത്ത് പാർട്ടി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അല്ലെ പിന്നെ രാഹുൽ കോടതിയിൽ പറയണമായിരുന്നു എനിക്ക് ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല എന്ന്. അത് പറയാൻ കഴിയില്ലല്ലോ. കാരണം എന്താ? ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് അയാളെ വീഴ്ത്താൻ വേണ്ടി പലരും വർഷങ്ങളായിട്ട് നടത്തിയ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ചതിക്കുഴിയിൽ അയാൾ പെട്ടുപോയി എന്നുള്ളതാണ്. അത് തന്നെയാണ് കൃത്യമായിട്ട്. അത് തിരിച്ചറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ സതീശൻ തോറ്റിട്ട് അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവര് രാഹുലിനെ തൂക്കിക്കൊല്ലുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് തുല്യമാ.